നമ്മുടെ കൂടെ ഒരുമിച്ച് കൂടിയ ലോറി ഓണേഴ്സിന്, ലോറി ഓണർമാർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ പ്രയാസകരമായ സാഹചര്യത്തിൽ നിന്നും എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് മുന്നോട്ട് പോകാൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ, ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ലോറി പ്രസ്ഥാനം. അതിൻ്റെ ഒരു ചുവടുവെപ്പാണ് നമ്മളിവിടെ കൂടിയ ഈ പരിപാടികളെല്ലാം. അപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നതും നമുക്ക് നടപ്പിലാക്കേണ്ട കാര്യങ്ങളുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. സമയം ചുരുക്കിക്കൊണ്ട് ഞാൻ കുറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് അറിയിക്കുകയാണ്. അപ്പം എല്ലാവരും കൃത്യമായി അത് നോട്ട് ചെയ്യുക. നമുക്ക് ഇതിൽ കുറഞ്ഞ കാര്യങ്ങൾ, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. കുറച്ച് നമുക്ക് അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. അത് തിരഞ്ഞെടുത്ത് ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് നമുക്ക് അത് നടപ്പിലാക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കണം. അതിനുള്ള സാഹചര്യം ഞാനിവിടെ നമുക്ക് ഉണ്ടാക്കണം. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയുകയാണ്. ഇപ്പോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നും കർണാടക സർവീസ് നടത്തുന്ന വാഹനങ്ങൾക്കുമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മളെ ചുരത്തിലെ ഇപ്പോൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഉപരോധം. 24 മണിക്കൂറിൽ നമുക്ക് മാത്രം ഒരു സമയം നിശ്ചയിച്ചിരിക്കുകയാണ്. രാവന്തിയോളം ജോലി ചെയ്യുന്ന നമുക്ക് സമയമുണ്ട്. നമ്മൾ എവിടെ വേണമെങ്കിലും കിടക്കാം, ഉറങ്ങാം. അത് ആരും നോക്കേണ്ടതില്ല. ഇപ്പൊ ചുരത്തിലെ ചരക്ക് വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധത്തെ കുറിച്ച് നമ്മളൊന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. അത് ശ്രദ്ധ കളക്ടറുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് നമ്മൾ എത്തിക്കേണ്ടതുമുണ്ട്. പിന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വാടക വർധനവ് ജില്ലാ അടിസ്ഥാനത്തിൽ നമ്മൾ ക്രമീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. പല ജില്ലകളിലും വാടക ഇപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വാഹനങ്ങൾക്കൊക്കെ, ഓണർമാർക്കൊക്കെ ഒരു പ്രതീക്ഷയും വന്നിട്ടുണ്ട്. വയനാട്, കണ്ണൂര്, എല്ലാ ജില്ലകളിലും വാടക വർദ്ധിപ്പിച്ച് സർവീസ് നടത്താൻ ആവശ്യമായ എന്ന് പറയാൻ രീതിയിൽ തന്നെയുള്ള ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഓവർലോഡ്, നമുക്ക് ഈ വാടക വർധനവിനെ ബാധിക്കുന്ന ഒരു കാര്യവും പൊതുവെ വാഹനങ്ങൾക്കും അപകടമുണ്ടാക്കുന്നതിനെല്ലാം പ്രയാസമായ ഒരു വിഷയമാണ് ഓവർലോഡ്. ഈ ഓവർലോഡ് നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പിന്നെ ലോഡിംഗ് സംവിധാനം ഒരു കുടക്കീഴിൽ, അതാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. പല പ്ലാറ്റ്ഫോമുകളിൽ നിന്നും പല ഡ്രൈവർമാരും, പല ഓണർമാരും, പല ബ്രോക്കർമാരും, പലരും പല രീതിയിൽ ലോഡിനെ വാടകയിൽ നിശ്ചയിച്ചിട്ട് വിടുന്ന ഒരു പ്രതിസന്ധി നമ്മൾ ഈ ഒരു വിഷയത്തിൽ നന്നായിട്ടുണ്ട്. അതിന് നമ്മളൊരു തടയിടണം, നിർബന്ധമായിട്ട് തടയിടണം. കാരണം ഒരു ലോറി എടുത്ത് പിറ്റേന്ന് മുതൽ അവർ ബ്രോക്കറാണ്, ഓണറാണ്, എല്ലാവരുമാണ്. എന്നാൽ വാടക കൃത്യമായി സംസാരിക്കുന്നില്ല, വാടക അറിയുന്നില്ല. ഒന്നിനും ഒരു രീതിയിലും കൃത്യമായ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ലോഡിംഗ് സംവിധാനങ്ങൾ നമ്മൾ ഒരു കുടക്കീഴിലാക്കണം എന്നുള്ളതാണ് നമ്മളെ മറ്റൊരാവശ്യം. പിന്നെ 14 ജില്ലയിലും സംയുക്തമായി ലോറി ഓണേഴ്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോഡിംഗ് ഓഫീസ് കൊണ്ടുവരണം. കോഴിക്കോട് ജില്ലയിൽ സംയുക്തമായിട്ട് മൊത്തമായിട്ട് കൊണ്ടുവരിക. വയനാട് ഇതേപോലെ അവിടെയുള്ള നിലവിലുള്ള എല്ലാ ബ്രോക്കേഴ്സിനെയും എല്ലാവരും ഒരുമിച്ച് നിർത്തി വാടക വർദ്ധിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് സർവീസ് നടത്താൻ കഴിയണം. പിന്നെ ലോറി ഉടമ സംഘടനകളുടെ ജില്ലാതല കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ട്. ഒരു ജില്ലയിൽ തന്നെ 3, 4, 5 ഒരുപാട് സംഘടനകളുണ്ട്. ആ സംഘടനകളെല്ലാം ഏകീകരിച്ചുകൊണ്ട് ജില്ലാതലത്തിൽ നമ്മളൊരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ട്. പിന്നീടുള്ളത് നമ്മൾ ലോറി സംഘടനകളുടെ സംസ്ഥാനതല കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുക. എല്ലാ ജില്ലയിൽ നിന്നും നമ്മൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസ്ഥാന തലത്തിൽ, ഗവൺമെന്റ് തലത്തിലേക്ക് നമ്മളെ കാര്യങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി, നമ്മുടെ പ്രശ്നങ്ങളാക്കിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ നിന്ന് നമ്മളെ ആളെ കണ്ടെത്തി ജില്ലയിൽ നിന്നും സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ദീർഘദൂര യാത്ര ചെയ്തു വരുന്ന ട്രക്ക് വാഹനങ്ങൾക്ക് പ്രാഥമിക കർമ്മങ്ങൾ ചെയ്യാനും
വിശ്രമിക്കാനുമുള്ള സൗകര്യം ഗവൺമെന്റ് തലത്തിലോ അല്ലെങ്കിൽ നമ്മളാൽ കഴിയുന്ന സംഘടനാപരമായിട്ടോ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിന് എല്ലാവരും ആരെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുമോ അവരെല്ലാവരും അതിൻ്റെതായ ഓരോ ജില്ലകളിലും നമ്മൾ ഉൾപ്പെടുത്തണം. മിനിമം ഒരു കോഴിക്കോട് ജില്ലയിൽ ഒരു സ്ഥലത്തെന്നെങ്കിലും, അതേപോലെ വയനാട് ജില്ലയിൽ ഒരു ഭാഗത്തെന്നെങ്കിലും നമുക്കത് ചെയ്ത് നടപ്പിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മളെല്ലാവരെയും ഒരു വലിയൊരു പ്രശ്നമാണത്. പിന്നെ ലോഡിംഗ് അൺലോഡിംഗ് ചാർജുകൾ നിർത്തലാക്കുക. ലോഡിങ്ങിനെ കുറിച്ചും അൺലോഡിങ്ങിനെ കുറിച്ചും അറിയാത്ത ഒരുപാട് ആളുകൾ 100 ചോദിച്ചാൽ 100, 200 ചോദിച്ചാൽ 200, 300 ചോദിച്ചാൽ 300, 1000 ചോദിച്ചാൽ 1000. കൃത്യമായ ഒരു രൂപവും ഇല്ല. പല സ്ഥലങ്ങളിൽ നിന്ന്, പല സംസ്ഥാനങ്ങളിൽ നിന്ന് ലോഡ് കയറ്റി വരുമ്പം പല ജില്ലകളിലും പല ഷോപ്പുകളിലും പല പല രീതിയിലുള്ള ചാർജുകളാണ്. അത് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കണം. നമ്മളെ ലോഡ് കയറ്റി കെട്ടി താർപ്പായി ഇട്ട് കെട്ടുന്ന ഒരു ചാർജ് ഉണ്ടാവും. അത് നമ്മളിൽ ഉൾപ്പെട്ടതാണെങ്കിൽ നമുക്കത് അംഗീകരിക്കാം. അല്ലാതുള്ള എല്ലാവിധ ചാർജുകളും നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. പിന്നെ നമുക്ക് കിട്ടാവുന്ന ഗവൺമെന്റ് തലത്തിൽ ഇപ്പം ക്ഷേമനിധി വിഭാഗത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നുണ്ട്. നമ്മളിലെ ഡ്രൈവർമാർക്കോ ഓണർമാർക്കോ ആർക്കും തന്നെ അതിനെക്കുറിച്ച് വിശദമായ ഒരു വിവരങ്ങളും അറിയില്ല. അപ്പം അത് അർഹമായവർക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധവൽക്കരണം നമ്മൾ നടത്തുന്നുണ്ട്. പിന്നെ ലോറി തൊഴിലാളികൾക്ക് സർക്കാർ തലത്തിൽ പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുക. മെഡിക്കലായിട്ടും നമ്മൾ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പല രീതിയിലുള്ള പല തട്ടുകളിലുള്ള ആളുകളായിരിക്കും നമ്മുടെ ഡ്രൈവർമാർ. ചിലപ്പോൾ ഓണർമാർ തന്നെ വളരെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. അപ്പോ നമുക്ക് വലിയൊരു പ്രയാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തൊഴിലാളികൾക്ക് സർക്കാർ തലത്തിൽ പ്രത്യേക ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുക. ലോറി വ്യവസായവുമായി ബന്ധപ്പെട്ട് എല്ലാവിധ നിയമസഹായങ്ങൾക്കും അഡ്വക്കേറ്റിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിക്കുക. അതേപോലെ ലോറി വ്യവസായവുമായി ബന്ധപ്പെട്ട് അറിവുകളും സഹായങ്ങളും മീഡിയ വഴി പ്രചരിപ്പിക്കുന്നതിന് സംസ്ഥാനതല മീഡിയ സെൽ രൂപീകരിക്കുക. കൃത്യമായ ഒരു അറിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. പിന്നെ സോഷ്യൽ മീഡിയ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിക്കുക. അതായത് വാട്സപ്പ് ഗ്രൂപ്പുകളിലും ടെലിഗ്രാം ഗ്രൂപ്പുകളും ഇൻസ്റ്റാഗ്രാം, ഇതേപോലെ ബ്ലാക്ക് ബക്ക്, ജയം, ഇങ്ങനെ പിടിച്ച ഒരുപാട് ആപ്പുകളിൽ നിന്നും ലോഡ് വരുന്നുണ്ട്. ഓരോ ലോഡുകളുടെ വിശ്വാസ്യതയും വാടക നിലവാരവും പരിശോധിച്ചുകൊണ്ട് അതാത് ജില്ലയിലുള്ളവർ അത് ഉറപ്പുവരുത്തിക്കൊണ്ട് ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഓരോ ജില്ലയിലും കോർഡിനേഷൻ കമ്മിറ്റിയുടെ കീഴിൽ എമർജൻസി സഹായനിധി രൂപീകരിക്കുക. അതായത് ജില്ലയിലുള്ള ആളുകൾ നമ്പർ പ്രസിദ്ധീകരിക്കുക. പിന്നെ അതേപോലെ അന്യ സംസ്ഥാനത്ത് നിന്ന് വരുന്ന ബീവറേജ് ലോഡുകളുടെ അൺലോഡിംഗ് സമയം 48 മണിക്കൂറാക്കി ക്രമീകരിക്കുക. ഹാൾട്ടിങ് വർദ്ധിപ്പിക്കുക. നമ്മൾ ഹാൾട്ടിങ്ങുകളൊക്കെ വളരെ കുറവാണ്. പിന്നെ എല്ലാ ജില്ലയിലും സംഘടനാ മീറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി അഡ്വ കമ്മിറ്റി നമുക്കിന്ന് രൂപീകരിക്കേണ്ടതുണ്ട്. അതിനെല്ലാവരും സഹായിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു.